ജനപ്രതിനിധികൾ ഉൾപ്പെടെ എംഎൽഎമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉരുളൻതണ്ണി മാർത്തോമ പള്ളിയിലാണ് പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുന്നത്. സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 10-12 കിലോമീറ്റർ അപ്പുറമുള്ള ചേലാട് പള്ളി സെമിത്തേരിയിലാണ്. 1:45 കൂടിയാണ് ഈ എൽദോസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വീട്ടിലെത്തിച്ചപ്പോൾ ഏറെ സങ്കടകരമായിട്ടുള്ള, ഏറെ ദുഃഖകരമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾക്കാണ് അവിടെ സാക്ഷിയായത്. കാരണം മകന്റെ ചേതനയേറ്റ ശരീരം കണ്ട് അച്ഛനും അമ്മയും പൊട്ടിക്കരഞ്ഞു, സഹോദരിയും ഒക്കെ തന്നെ പൊട്ടിക്കരയുന്ന നിലയുണ്ടായി. ഇത് കണ്ടു നിൽക്കാൻ ഒപ്പം ഉണ്ടായിരുന്നവർക്കും കഴിഞ്ഞില്ല. അവരുടെ കണ്ണുകളും ഈറാനണിഞ്ഞു. കാരണം അത്രത്തോളം ഒരു ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്കാണ് അവിടെ ഇടയാക്കിയത്. ഒരു നാളെ ഒന്നാകെ ഒഴുകിയെത്തുന്ന ആണ് അവിടെ കണ്ടത്. കാരണം വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ, കാരണം ഇത്തരം ഒരു സംഭവത്തിനാണ്, സാധാരണ ഒരു മരണമല്ല, കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ നിരവധി പേർ പലയിടങ്ങളിൽ നിന്നും ഈ കാര്യം തന്നെ കേട്ടറിഞ്ഞുകൊണ്ട് നാളൊന്നാകെ അവിടേക്ക് എത്തി എൽദോസിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. അതിനുശേഷം മൃതദേഹം വീട്ടിൽ നിന്ന് എടുത്ത ശേഷം നേരെ കൊണ്ടുവന്നത് പള്ളിയിലേക്കാണ്, മാർത്തോമ പള്ളിയിലേക്കാണ്. അവിടെ ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് സെമിത്തേരിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. കഴിഞ്ഞ ദിവസമാണ് എൽദോസ് ഇത്തരത്തിൽ ജോലിക്ക് പോയി മടങ്ങി വരകി അവിടെ വെച്ച് കാട്ടാന ചവിട്ടി കൊന്നത്. കാരണം എൽദോസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമുള്ള നഷ്ടം, കാരണം ഈ നാടിനൊന്നാകെ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എൽദോസിന്റെ കുടുംബത്തിൽ എൽദോസിന്റെ അച്ഛനും അമ്മയും നൽകിക്കൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികൾ ഇപ്പോൾ അനുശോചനം അറിയിക്കുകയാണ്. മാത്യുക്കുഴൽ നാടൻ സംസാരിക്കുകയാണ്. എൽദോസിന്റെ അവസ്ഥയിലാകുമായിരുന്ന പലരും തലനാരിഴയ്ക്ക് ഇതിനു മുമ്പ് രക്ഷപ്പെട്ട കഥ ഈ നാട്ടിലെ പലരും പറയുകയുണ്ടായി. പലപ്പോഴും പലരും ആ നിലയ്ക്ക് രക്ഷപ്പെട്ട് ജീവന് ആയുസ്സിന് ദൈർഘ്യം കിട്ടിയവരാണ്. ഇങ്ങനെ ഭയന്ന് പറങ്ങലിച്ച് കഴിയേണ്ടി വരുന്ന ഈ നാടിൻ്റെ ദുഃഖവും ശോകവുമാണ് നമ്മളിവിടെ കാണുന്നത്. തീർച്ചയായിട്ടും എൽദോസിൻ്റെ ഈ വേർപാടിൽ കുടുംബത്തോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് എൻ്റെ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥനാ ശുശ്രൂഷയും അനുശോചന നടപടികളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. കോതമംഗലം മാർത്തോമ പള്ളിയിലാണ് സംസ്കാര ശുശ്രൂഷകൾ പുരോഗമിക്കുന്നത്. വലിയ ജനാവലിയായിരുന്നു എൽദോസിൻ്റെ സംസ്കാരത്തിൽ പങ്കെടുക്കാനായി എത്തിയത്. എൽദോസിനെ അറിയുന്ന നാട്ടുകാർ, സംഭവം അറിഞ്ഞും കേട്ടുമൊക്കെ തന്നെ എത്തിയ നൂറുകണക്കിന് ആളുകളുമൊക്കെ തന്നെ അനുശോചനം അറിയിച്ചു പോവുകയും ചെയ്തു. പ്രതിഷേധ പരിപാടികളിലൊക്കെ തന്നെ പല ആളുകളും പങ്കെടുത്തു. രാഗിൻ തുടരുന്നുണ്ട്. രാഗിൻ, ജനപ്രതിനിധികളെ സംബന്ധിച്ചോളം ഈ സംഭവം ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മലയോരത്തെ വന്യജീവി അക്രമങ്ങൾ, കാട്ടാന അതിക്രമങ്ങൾ, അത് തുടരുന്ന സാഹചര്യം, പ്രതിഷേധമൊക്കെ തന്നെ ഉണ്ടായി. ആ പ്രതിഷേധം അവസാനിപ്പിക്കാതെ ഇവരുടെ ആവശ്യങ്ങൾക്കൊരു തുടർച്ച ഉണ്ടാകണം. ആ നിലയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണോ ജനപ്രതിനിധികൾ നടത്തിയതും? രാഗിൻ, രാവിലെ മുതൽ തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. കാരണം ഒട്ടനവധി തവണ പല ഘട്ടങ്ങളിൽ അവർക്ക് തന്നെ പരാതികൾ കൊടുത്തിരുന്നതാണ്. പക്ഷേ അങ്ങനെ പരാതി കൊടുത്തിട്ടും കാര്യമായിട്ടുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രതിഷേധം കണ്ടത്. കാരണം അവർ അത്രത്തോളം ഒരു അജിറ്റേറ്റഡ് ആയി തന്നെയാണ് അവർ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. അത് വളരെ ന്യായവുമാണ്. കാരണം അവരുടെ ആവശ്യങ്ങൾ അവർ പല ഘട്ടങ്ങളിലായി മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു ജീവൻ നഷ്ടപ്പെടുന്ന നില ഉണ്ടായി. നേരത്തെ 1 വർഷം മുൻപ് പിണവൂർ കുടിയിൽ സമാനമായ രീതിയിൽ ഒരു കാട്ടാന ഇത്തരത്തിൽ ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണ്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ആന കുത്തിമറിച്ച പന വന്ന് വീണ് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടിക്ക് മരണം സംഭവിച്ചത്. ഇത്രത്തോളം അത്തരത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ മേഖല നേരിടുന്നുണ്ട്. അതിനിടയിലാണ് ഏറ്റവും ഒടുവിൽ എൽദോസ് കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായത്. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏക ആശ്രയമാണ്, അച്ഛനെയും അമ്മയും സംബന്ധിച്ചിടത്തോളം ഏക ആശ്രയമാണ്. അപ്പോൾ ആ മകൻ പോയിരിക്കുന്നു. ഈ അച്ഛനും അമ്മയും എന്ത് ചെയ്യും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ കുടുംബം അനാഥമായി പോയിരിക്കുന്നു. ഇതൊക്കെ ഉത്തരവാദി ആര്? പ്രധാനമായും ഇതിൽ ചില ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുമ്പോൾ അതിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് ഇവർ പലതവണ നിവേദനങ്ങളൊക്കെയായി തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും പരിഹാരമായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഇതോടൊപ്പം ഇപ്പോൾ 1:45 കൂടിയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം. അപ്പോൾ വലിയ ഹൃദയഭേദകമായിട്ടുള്ളൊരു അന്തരീക്ഷം അല്ലെങ്കിൽ സ്ഥിതിവിശേഷമാണ് അവിടെ കണ്ടത്. കാരണം അച്ഛനും അമ്മയും പൊട്ടിക്കരഞ്ഞു മകന്റെ ചേതനയേറ്റ ശരീരം കണ്ട്. കാരണം ജോലിക്ക് പോയതാണ്, തിരിച്ച് മകൻ മടങ്ങിയെത്തും എന്ന പ്രതീക്ഷയോട് കൂടിയിരുന്ന ഘട്ടത്തിൽ അവരുടെ മുന്നിലേക്ക് എത്തിയത് മകന് ജീവനില്ലാത്ത ശരീരമാണ്. അതുകൊണ്ട് തന്നെ അവർ ആ നിലയിൽ തന്നെ പൊട്ടിക്കരഞ്ഞു. ഇതോടൊപ്പം കണ്ടു നിന്നവർക്കും ഒരു ദുഃഖമടക്കാൻ കഴിഞ്ഞില്ല.
കഴിഞ്ഞിരുന്നില്ല. കാരണം അത്രത്തോളം ഒരു പ്രിയങ്കരനായിരുന്നു എൽദോസ് ആ നാടിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല ഇങ്ങനെ ഒരു മരണമാണ് ഉണ്ടായിരുന്നത്. കാരണം കാട്ടാന ചവിട്ടി കൊന്നതാണ്. കാരണം അത്രത്തോളം ആ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ തന്നെ ഒരു വൈകാരികത ഇവരെയും സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ ഒരു നാടൊന്നാകെ ഒഴുകിയെത്തുകയായിരുന്നു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വീട്ടിലേക്ക്. വീട് ഏറ്റവും ഒരു നിർധനരായിട്ടുള്ള കുടുംബമാണ് ഈ എൽദോസിന്റെ കുടുംബം. കാരണം ഇവിടെ നിന്ന് പോയി ഈ ഒരു ദുർഘട പാത താണ്ടി ടൗണിലെത്തി ജോലി ചെയ്ത് സെക്യൂരിറ്റി ജോലി ചെയ്ത് തിരികെ എത്തിയാണ് കുടുംബം പോറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് പുറത്തെത്തുക എന്നത് തന്നെ വലിയ ഒരു ദുഷ്കരമായിട്ടുള്ള ദൗത്യം തന്നെയാണ്. കാരണം ഈ പാത താണ്ടി ഇത്തരത്തിൽ വെളിച്ചവും ഒന്നുമില്ലാത്ത സ്ഥലത്തുകൂടെ നടന്ന് KSRTC ബസ് കയറി ടൗണിലെത്തണം. തിരിച്ചെത്തുമ്പോഴും അങ്ങനെ തന്നെയാണ്. തിരിച്ച് ഇവിടെ വന്ന് KSRTC ബസ് ഇറങ്ങി നടന്ന് വേണം വീട്ടിലേക്ക് എത്താൻ. എൽദോസിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെത്തേണ്ടതായിട്ടുമുണ്ട്. കാരണം അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണ്. ആ മകനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൺസേൺ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അങ്ങനെ അച്ഛനെയും അമ്മയും കാണാൻ മകൻ എത്തുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം മകൻ വരുമെന്ന് കാത്തിരുന്നു, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. പക്ഷെ ഇതിലൊക്കെ ഒരു സംഭവിച്ചത് ഒരു വലിയ ട്രാജഡി ആയിരുന്നു. അപ്പോൾ ആ ഒരു വിഷയം എവരുടെയും മുന്നിൽ ഒരു വിഷയമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഏവരും അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിൽ കൂടിയാണ്. എന്തായാലും ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷകൾ. ശരി, രാഘവനാണ് വിവരങ്ങൾ നൽകിയത്. എൽദോസിന്റെ സംസ്കാര ശുശ്രൂഷകൾ, പ്രാർത്ഥനാ ചടങ്ങുകളാണ് ഇപ്പോൾ മാർത്തോമാ പള്ളിയിൽ കോതമംഗലത്ത് പുരോഗമിക്കുന്നത്.